ബീഹാർ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ വീണ്ടും അധികാരമേറ്റു. 10ാം തവണയാണ് നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാകുന്നത്. ഗാന്ധി മൈതാനിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നിരവധി വെല്ലുവിളികളാണ് 10ാം ഊഴത്തിൽ ബീഹാറിൽ നിതീഷിനെ കാത്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നിറവേറ്റുകയാണ് ഏറ്റവും വലിയ വെല്ലുവിളി. തൊഴിൽ വർദ്ധിപ്പിക്കുക, കുടിയേറ്റം കുറയ്ക്കുക, വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുക, ക്രമസമാധാനം ശക്തിപ്പെടുത്തുക എന്നിവയാണ് പ്രധാന മുൻഗണനകൾ. ദരിദ്രർക്കുള്ള പഞ്ചാമൃത് പദ്ധതി, സ്ത്രീ ശാക്തീകരണത്തിനുള്ള ലഖ്പതി ദീദി തുടങ്ങിയ പദ്ധതികൾ ഉൾക്കൊള്ളുന്ന വികസന കേന്ദ്രീകൃത റോഡ് മാപ്പാണ് നിതീഷ് സർക്കാർ ആസൂത്രണം ചെയ്യുന്നത്. വിദ്യാഭ്യാസം, ആരോഗ്യം, അടിസ്ഥാന സൗകര്യങ്ങൾ, സ്ത്രീ ശാക്തീകരണം എന്നിവയിൽ മുൻ സർക്കാർ ചില നടപടികൾ സ്വീകരിച്ചിരുന്നു. എന്നാൽ ഇവയുടെ തുടർച്ച പുതിയ സർക്കാരിന് ഒരു വലിയ വെല്ലുവിളിയായിരിക്കും. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്നതിനായി ഭരണതലത്തിൽ ഒരു രൂപരേഖ തയ്യാറാക്കുകയാണ്. ബീഹാറിൻ്റെ സാമ്പത്തിക സാമൂഹ്യ വികസനം ത്വരിതപ്പെടുത്തുന്നതിന് പുതിയ സർക്കാർ കൃത്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടെന്ന് രാഷ്ട്രീയ വിശകലന വിദഗ്ധർ പറയുന്നു. കുടിയേറ്റം, തൊഴിൽ, വിദ്യാഭ്യാസം, ക്രമസമാധാനം, സ്ത്രീ ശാക്തീകരണം തുടങ്ങിയ വിഷയങ്ങൾ പ്രത്യേകിച്ചും പ്രധാനമാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ, തൊഴിൽ, ക്ഷേമ പദ്ധതികൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സുസ്ഥിരവും വികസനാധിഷ്ഠിതവുമായ ഒരു മാതൃകയിൽ സർക്കാർ പ്രവർത്തിക്കണമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. തൊഴിലും കുടിയേറ്റവും സംസ്ഥാനത്തെ പ്രധാന പ്രശ്നങ്ങളാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് അവ ഒരു പ്രധാന ആശങ്കയായി ഉയർന്നു വന്നു. ബീഹാർ സർക്കാർ 10 ദശലക്ഷം തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം സംസ്ഥാനത്തെ ഓരോ 3 വീടുകളിലും 2-ൽ ഒരാളെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നു. നിലവിൽ 54% തൊഴിലാളികൾ കാർഷിക മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. അതേസമയം 5% പേർ മാത്രമാണ് ഉൽപ്പാദന മേഖലയിൽ ജോലി ചെയ്യുന്നത്. ഇത് ദേശീയ ശരാശരിയേക്കാൾ 11% കുറവാണ്. നിലവാരമുള്ള വിദ്യാഭ്യാസത്തിൻ്റെയും അവസരങ്ങളുടെയും അഭാവം മിടുക്കരായ വിദ്യാർത്ഥികളെ ബീഹാറിന് പുറത്ത് പഠനം നടത്താൻ പ്രേരിപ്പിക്കുന്നു. സ്കൂളുകളിലെ കൊഴിഞ്ഞുപോക്ക് ആശങ്കാജനകമാണ്. ബീഹാറിലെ ജംഗിൾ രാജ് അവസാനിപ്പിച്ചതിൻ്റെ ബഹുമതി മുഖ്യമന്ത്രി നിതീഷ് കുമാറിനാണ് ചിലർ നൽകുന്നത്. ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിയെ ഇപ്പോഴും വേട്ടയാടുന്നത് ഈ ജംഗിൾ രാജാണ്. എന്നിട്ടും നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഡേറ്റ പ്രകാരം 2015-നും 2024-നും ഇടയിൽ കുറ്റകൃത്യങ്ങളുടെ നിരക്ക് വർദ്ധിച്ചു. 2023-ൽ കുറ്റകൃത്യങ്ങളുടെ കണക്ക് 1.63% വർധനവുണ്ടായത്. പഞ്ചാമത് ഗ്യാരണ്ടി പ്രകാരം ദരിദ്രർക്കായി NDA 5 പ്രധാന ക്ഷേമ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. സൗജന്യ റേഷൻ, 125 യൂണിറ്റ് സൗജന്യ വൈദ്യുതി, 5 ലക്ഷം രൂപ വരെ സൗജന്യ ആരോഗ്യ സംരക്ഷണം, 5 ദശലക്ഷം സ്ഥിരം വീടുകളുടെ നിർമ്മാണം, സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ എന്നിവയാണവ. പ്രതിവർഷം 1 ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനം 10 ദശലക്ഷം സ്ത്രീകൾക്ക് നൽകാനുള്ള പദ്ധതിയാണ് ലഖ്പതി ദീദി. ഇതിലൂടെ സ്ത്രീ ശാക്തീകരണത്തിനും നിതീഷ് സർക്കാർ മുൻഗണന നൽകും.